ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. അതായത് ഞങ്ങൾ 3 പേരും കൂടെ ഒരു ദിവസം ഒരുമിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഒരുമിച്ച് നമ്മളെ വീട്ടിൽ രാത്രി മാത്രമേ കാണാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ കടയിൽ പോവും, പിന്നെ ഓരോ ആവശ്യങ്ങളായിട്ടൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേരും ഒരുമിച്ച് വീട്ടിൽ സ്റ്റേ ചെയ്യുന്ന രാത്രി കിടക്കാൻ നേരത്ത് മാത്രമാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോയാൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സപ്പോർട്ട്. അപ്പോൾ ഞാൻ ഒന്ന് കടയിലൊക്കെ പോയിട്ട് വരട്ടെ ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, കടയിലൊക്കെ പോകണം. പിന്നെ എനിക്കും അമ്മയ്ക്കും മീനിനൊക്കെ വയ്യായിരുന്നു കേട്ടോ. ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് റെസ്റ്റാണ്, എല്ലാവർക്കും 3 പേർക്ക് റെസ്റ്റാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെക്കണം, നാളെ കട തുറക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ഇനി കടയിൽ പോയിട്ടൊക്കെ വന്ന് കാണാം ഗൈസ്. ഞാൻ ഏകദേശം ഉച്ചയായപ്പോൾ കടയിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഷോളൊക്കെ തലയിട്ടിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജമന്തിയൊക്കെ ഏകദേശമൊക്കെ പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലായതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ. പോയിട്ട് വരട്ടെ ഗൈസ്. ഞാൻ അങ്ങനെ കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് അമ്മയുടെ പൂന്തോട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. അതായത് ഇപ്പോൾ അമ്മയ്ക്ക് 2 ദിവസം കൊണ്ട് വയ്യാത്തതുകൊണ്ട് ചെടികളിൽ വെള്ളമൊക്കെ ഒഴിക്കുന്ന ഞാനാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം ചെടികളൊക്കെ പോയി നോക്കി. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇനി 10 ദിവസമേ ഉള്ളൂ. 10 ദിവസത്തിനകം വെച്ച് ജമന്തി പൂക്കളൊക്കെ സെറ്റായി വരുമെന്നാണ് വിചാരിക്കുന്നത്. നല്ല രീതിയിൽ മൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൂക്കൾ നല്ല രീതിയിൽ വിടർന്ന് വന്നാൽ മാത്രമേ കാണിക്കുമ്പോൾ ഉള്ളൊരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വിരിഞ്ഞിട്ടുള്ളൊരു പൂ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. ഇതാണ് കേട്ടോ, നല്ല രീതിയിൽ വലിപ്പമുണ്ട് ഗൈസ്. അപ്പോൾ അമ്മയും മീനും വീട്ടിനകത്തുണ്ട് കേട്ടോ. ഒരു കിടക്കയാണ്, രണ്ടർക്കും ജലദോഷമൊക്കെയാണ്. പിന്നെ അങ്ങനെ ജലദോഷവും ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ടായിരുന്നു, പനിയൊക്കെ മാറി. അപ്പോൾ ഞാൻ ഇങ്ങനെ ജമന്തി പൂക്കളൊക്കെ നോക്കുകയാണ്, അതിൻ്റെ ഒരു ഭംഗിയൊക്കെ. മഞ്ഞയും ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചും ഉണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ്. അപ്പോൾ ഏകദേശം തിരുവോണത്തിന് മുമ്പ് ഇതെല്ലാം സെറ്റായി വരുമെന്നാണ് വിചാരിക്കുന്നത്. അത് കണക്കാക്കിയാണ് നട്ടിട്ടുള്ളത് ഗൈസ്. എന്തായാലും നല്ല രീതിയിലൊരു വിളവെടുപ്പൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും മൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൂക്കളെ ഭംഗിയാണ് മാത്രമല്ല കേട്ടോ, ഒരു നേരം വെള്ളം ഒന്നും ഒഴിച്ചില്ലെങ്കിൽ എല്ലാവരും വാടിക്കുഴഞ്ഞ് കിടക്കും കേട്ടോ ഗൈസ്. കറക്റ്റ് സമയത്തിന് ഇവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ വാടിക്കരിഞ്ഞു എത്രയോ ദിവസങ്ങളായി വെള്ളം കൊടുക്കാത്ത പോലെ കിടക്കും ഗൈസ്. അപ്പം ഞാൻ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു, മുറ്റമൊക്കെ തൂത്തുകൊണ്ട് കേട്ടോ, തൂത്ത് വൃത്തിയാക്കി. അങ്ങനെ ചെടികളുടെ ഭംഗിയൊക്കെ നോക്കി, പൂക്കളൊക്കെ പിടിച്ചൊക്കെ നോക്കി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഓണത്തിന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. അതായത് അതിന് കണക്കാക്കിയാണ് നമ്മളെല്ലാ തൈകളും നട്ടിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്ന് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് മുറ്റമൊക്കെ തൂത്തിട്ട് കുറച്ച് ചെടിയുടെ കാടൊക്കെ പറിക്കാനുണ്ടായിരുന്നു. നല്ല രീതിയിൽ കാടൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. നമ്മളെ ചെടിയൊക്കെ നട്ടിരിക്കുന്ന സൈഡിലായിട്ട് ഇതുപോലത്തെ കുറ്റിച്ചെടികളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ എല്ലാം പിഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരുവോണത്തിന് ഏകദേശം ഒരു 10 ദിവസമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ മാക്സിമം ഇത്രയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് പുൽച്ചെടികളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മൾ പണ്ട് ഈ സ്ലേറ്റിലൊക്കെ എഴുതിയിട്ട് മാച്ച് കളയുന്നൊരു ഇലയുണ്ടല്ലോ, അതൊക്കെ ഇഷ്ടംപോലെ മഷിയിലൊക്കെ നിറച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ പിഴുത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെയിലൊക്കെയാണ്, കണ്ടില്ലേ, ഇത്രയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് തെറ്റിയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ, വീഡിയോ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്നൊരു തെറ്റിയാണ് കേട്ടോ. വീടിൻ്റെ മുറ്റത്ത് നിങ്ങൾ നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, നല്ല രീതിയിൽ തെറ്റിപ്പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് എല്ലാം പട്ടുപോയി ഗൈസ്. പുതിയൊരു തൈ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. 1, 2, 3 തൈകൾ നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ആടെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം വന്ന് കുളിച്ചു കേട്ടോ. എനിക്ക് ജലദോഷം കുറവുള്ളതുകൊണ്ട് ഞാൻ കുളിച്ചായിരുന്നു. കുളിച്ചിട്ട് ഞാൻ വന്നപ്പോൾ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ അമ്മയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ കയറി ടാബ്ലറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് എടുത്ത് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവർ കഴിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ അങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. ഞാൻ കഴിക്കാൻ വീണ്ടും പറഞ്ഞ് അങ്ങനെ കഴിക്കുന്നുണ്ട്. ജലദോഷവും പനിയൊക്കെ ഉണ്ട് കേട്ടോ. പനി നല്ല രീതിയിൽ കുറവുണ്ട്, എന്നാലും ജലദോഷമാണ് കുറവില്ലാത്തത്. അമ്മ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല വയ്യെന്ന്. ഇങ്ങനെ ഇനി ഒരു ആവിയൊക്കെ റെഡിയാക്കി കൊടുക്കണം ഗൈസ്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു നേരമായിട്ട് ആവി പിടിക്കാം. രാവിലെ പിടിച്ചായിരുന്നു കേട്ടോ ആവിയൊക്കെ. ഗൈസ്, ഉച്ചത്തെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, ചൂര മീൻകറി, അവിയൽ, വെള്ളം. ഇത് അമ്മ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഫുഡ്. ഇനി ഞാനും കഴിക്കണം, മീനും കഴിക്കണം. മീനും ഇപ്പോൾ വേണ്ടെന്നാണ് പറഞ്ഞത്, നിർബന്ധിച്ച് എണീപ്പിച്ച് കഴിപ്പിക്കണം. ഞാൻ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവൾ വന്നില്ല. അവൾ ഫുഡൊക്കെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങി.
വേറെ കറികളൊന്നും വെച്ചില്ല ഗൈസ്. ഇന്ന് അവിയലും ചൂരമീൻ കറിയും ചോറും പിന്നെ വെള്ളം. ഇതിന് ചോറ് വേണ്ടെന്നാണ് പറഞ്ഞത്. എണീപ്പിച്ച് കൊണ്ടുവന്ന് ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ. അവളല്ലാതെ കഴിക്കില്ല. വയ്യാതിരുന്ന് അവൾക്ക് ആഹാരമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങിയിരുന്നു. ഞാൻ പച്ചക്കറിയൊക്കെ അവിയലൊക്കെ വാരി വെച്ച് കൊടുത്തപ്പം അങ്ങനെ എന്നെ സൂക്ഷിച്ച് നോക്കിയത് കേട്ടോ. പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചക്കറി കൂടുതൽ കഴിക്കുന്നത്. അങ്ങനെ 2-3 പിടി കേട്ടോ വാരി വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഗുളിക കൂടെ കഴിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ കഴിക്കില്ല, മടിച്ചിയാണ് കഴിക്കാൻ. അപ്പം ഞാൻ അങ്ങനെ മയത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി വയ്ക്കുകയാണ്. അടുത്തിരുന്ന് അമ്മ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആവി പിടിക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിലോട്ട് നവരയിലയും പിന്നെ അതുപോലെ തന്നെ കൃഷ്ണ തുളസിയും കൂടെ കേട്ടോ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ചേരം ഇട്ട് വെച്ചിട്ടൊരു 2 മിനിറ്റെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം നമുക്കത് ആവി പിടിക്കാം. ഗൈസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഏകദേശം 2 വർഷമായിട്ടുണ്ട് കേട്ടോ ഈ ധാവണിയൊക്കെ കയ്യിൽ കിട്ടിയിട്ട്. ഗൈസ് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറക്റ്റാവും നമുക്ക് നോക്കാം ഗൈസ്. അതെ, ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ഓണത്തിനും പിന്നെ അതായത് സ്റ്റുഡിയോയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴും പിന്നെ 2 റീൽസിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. രണ്ട് വർഷമായിട്ടോ ധാവണി. നേരത്തെ ഇരുന്നിപ്പോൾ വിചാരിച്ചു ധാവണിയൊക്കെ ഒന്ന് എടുത്ത് ഇട്ടൊക്കെ നോക്കാമെന്ന്. പക്ഷേ ഭയങ്കര ഇറക്കം ഗൈസ്. ഒരു റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്, പറ്റില്ല. നമുക്ക് വേറൊരു ബ്ലൗസൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റീൽസൊക്കെ എടുക്കാം. എൻ്റെ ഈ ധാവണിയുടെ കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗൈസ് ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൗസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ധാവണിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഈ ധാവണിയൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വൈകുന്നേരം ഞങ്ങൾ കട്ടനിട്ട് അവലോസ് പൊടിയും ഇട്ട് കഴിച്ചായിരുന്നു. ജലദോഷമൊക്കെ മാറി വരണതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അമ്മേനെ കൊണ്ട് പറയിപ്പിച്ചതാണ് കേട്ടോ. അമ്മയുടെ സൗണ്ടൊക്കെ ഏകദേശം അടഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ അങ്ങനെ കട്ടനും കൂട്ടി പിന്നെ അതിൻ്റെ കൂട്ടത്ത് അവലോസ് പൊടിയും കൂടെ ആയിട്ട് അങ്ങനെ രീതിയിൽ കഴിച്ചായിരുന്നു. എല്ലാവർക്കും പനിയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി കഞ്ഞി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കി ഗൈസ്. പയറും കഞ്ഞിയാണ് കേട്ടോ. പയറും കഞ്ഞി വെച്ച് ചൂട് കഞ്ഞീരെ കൂട്ടത്ത് വറുത്ത മുളകും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.